ഇന്ന് ഞങ്ങൾക്കൊരു വലിയുത്സവത്തിന് പാളക്കഞ്ഞി കുടിക്കാനാണ് വന്നത്. ഇതൊന്നൊക്കെ എത്ര പേരാ പാളക്കഞ്ഞി കുടിക്കണേന്ന്. ഞങ്ങളിപ്പോൾ കഞ്ഞി കുടിക്കാനുള്ള ക്യൂവിൽ നിൽക്കണം. ഇപ്പം ക്യൂ ഉള്ള തെക്കേ നടയിൽ റോഡ് സൈഡിലാണ്. പാളക്കഞ്ഞി കുടിക്കാൻ അടുത്തെത്തിയപ്പോൾ അവിടെ ചേച്ചിമാർ ശർക്കരയും നാളികേരക്കുത്തും വിളമ്പളം കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടനെ അതിന് വാശി പിടിച്ച് കരഞ്ഞു. ഉണ്ണിക്കുട്ടൻ അത് താന്ന് പറഞ്ഞപ്പോൾ വിളമ്പണ ചേച്ചിമാർ അവന് ശർക്കരയും നാളികേരക്കുത്തും ക്യൂവിൽ വന്ന് കൊടുത്തു. അവൻ ശരിക്കും ശർക്കര കൊതുവിനാ. മുതിരപ്പുഴുക്കും പപ്പടവും കൂട്ടി ഉണ്ണിക്കുട്ടൻ നന്നായി പാളക്കഞ്ഞി കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടൻ മാത്രമല്ല ഞങ്ങളും നന്നായി കുടിച്ചു. ഞാനും ചേച്ചി ആദ്യമായിട്ടാണ് ഗുരുവായൂരത്തെ പാളക്കഞ്ഞി കുടിക്കുന്നത്. കഞ്ഞി മുതിര അവിടെ എത്ര വേണമെങ്കിലും വിളമ്പിത്തരും. പാത്രം കൊണ്ടുപോയാൽ നമുക്ക് വീട്ടിലേക്കും കഞ്ഞി കൊണ്ടുപോവാം. കഞ്ഞി കുടിച്ച് ക്ഷീണിച്ച് വന്നപ്പോഴാണ് മേൽപ്പത്ത് റോഡ് എത്തിയോറെ നൃത്തം കണ്ടത്. ഞങ്ങൾ ഓടിപ്പോയി അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അവിടെ വേറൊരു ചേച്ചിയുടെ നൃത്തം ഉണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടൻ അതൊക്കെ കണ്ട് താളം പിടിച്ച് നൃത്തം കാണാൻ അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് നൃത്തം കണ്ടിട്ടാണ് പോകുന്നത്. അവിടെ ഇരിക്കുമ്പോൾ സമയം പോണതേ അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ട നല്ല കളിയായിരുന്നു. അവിടെ നിന്ന് ചേട്ടൻ്റെ അടുത്ത് പോയി കളിച്ചപ്പോൾ ആ ചേട്ടൻ ഉണ്ണിക്കുട്ടൻ്റെ മൊബൈൽ ഫോണൊക്കെ കൊടുത്തു. പക്ഷെ ഉണ്ണിക്കുട്ടൻ അതൊന്നും വാങ്ങിച്ച് കളിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഗണപതിയുടെ അമ്പലത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഗണപതിയെ തൊഴുത് ഒരു നാളികേരം ഉടച്ചു. ഉച്ചയായതുകൊണ്ട് കാലൊക്കെ ചെറുതായിട്ട് പൊള്ളുണ്ട്. പക്ഷെ ഉണ്ണിക്കുട്ടന് അതൊന്നും വിഷയമല്ല. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അവിടെ തിരക്കായത് കൊണ്ട് ഉണ്ണിക്കുട്ടൻ അമ്മ എടുത്തിട്ടുണ്ട്.